നല്ല പഴുത്ത പഴം ഇതുപോലെ തൊലി കറുത്താണെങ്കിലും ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ഏത്തക്ക കേട്ടോ. അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ഞാനിവിടെ ശർക്കര ആട്ടോ എടുത്തേക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഓട്സാണ്. ഇത്ര സാധനം നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചതായി ഇതുപോലെ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് പാൻ കേക്കാണ്. അപ്പോൾ നമ്മൾ പാനിൽ ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം വലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മുകളിൽ നെയ്യ് തടവി കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് നമുക്ക് റെഡിയാക്കി നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് കൊടുക്കാം. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടാണ്. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമായിട്ട് നമ്മൾ കാണും. നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബായ്.